ഹലോ, വെൽക്കം ടു സെറ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോന്റെ MSc ഫിസിക്സ് പ്രോഗ്രാമിലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതിൽ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഞങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുണ്ട്. എല്ലാം നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും. അപ്പം MSc ഫിസിക്സ് പോലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതിന് വേണ്ട പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. എസ്പെഷ്യലി മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് നൽകും. അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പം നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച്, നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ഞങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, എസ്റ്റിമേറ്റ് ദി കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂട്രോൺ ബീം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രോബ് ലാറ്റിസ് സ്ട്രക്ചേഴ്സ് വിത്ത് ആൻ ഇന്റർ അറ്റോമിക് സ്പേസിംഗ് ഓഫ് 0.3 നാനോമീറ്റർ. ദി മാസ് ഓഫ് ന്യൂട്രോൺ ഈസ് 1.675 into 10⁻⁻27 കിലോഗ്രാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മള് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു സോളിഡിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ന്യൂട്രോൺസിനെ അല്ലെങ്കിൽ വേറെ വേവ്സിനെ ഒക്കെ പറഞ്ഞുവിടും. പറഞ്ഞിട്ട് അതിന്റെ എക്സ്റേ ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പം അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു സോളിഡ്, അതിന്റെ ഇന്റർ അറ്റോമിക് സ്പേസിങ് 0.3 നാനോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അവര്. ഓക്കെ, സപ്പോസ് ഇന്റർ അറ്റോമിക് സ്പേസിങ് A ആണെന്ന് വിചാരിക്കും. A ആണെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാറ്റർ വേവ് അല്ലെങ്കിൽ ഏത് വേവ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വേവിന്റെ വേവ് ലെങ്ത് ഈ ഇന്റർ അറ്റോമിക് സ്പേസിംഗുമായിട്ട് കമ്പയറബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടില്ല. ഇതാണ് കോൺസെപ്റ്റ്. ഇപ്പൊ മാറ്റർ വേവ്, അവിടെ തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കടന്നു കഴിഞ്ഞു. ക്വാണ്ടം മെക്കാനിക്സ്, കാരണം ന്യൂട്രോൺസ് വേവിനെ പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ന്യൂട്രോൺസ് ഉണ്ടാക്കുന്ന വേവ് ഇന്റർ അറ്റോമിക് സ്പേസിന് ഈക്വൽ ആകണം. ആ ഒരു കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ കൈനറ്റിക് എനർജി എത്ര വേണം? നമുക്കറിയാം, +2 മുതൽ പഠിക്കുന്നതാണ് ലാംഡ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ പാർട്ടിക്കിൾ ലാംഡ ഇസ് ഈക്വൽ ടു h/p എന്ന് അല്ലേ? h/p ഞാൻ √2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് എഴുതാം. √2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ഈ വേവ് ലെങ്ത് എന്തിന് കമ്പയറബിൾ ആയിരിക്കണം? ഈ ഇന്റർ അറ്റോമിക് സ്പേസിംഗ് എക്ക് കമ്പയറബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് h/√2m ഇൻറ്റു k ഷുഡ് ബി ഈക്വൽ ടു d, or √2m ഇൻറ്റു k ഇസ് ഈക്വൽ ടു h/d അങ്ങനെ എഴുതാം. ഓക്കെ, ഓർ രണ്ട് സൈഡും ഞാൻ സ്ക്വയർ ചെയ്യുന്നു. √2m ഇൻറ്റു k ഇസ് ഈക്വൽ ടു h²/d², അല്ലെങ്കിൽ k ഇസ് ഈക്വൽ ടു h²/2m ഇൻറ്റു d². കഴിഞ്ഞു. h എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് 6.63 ഇൻറ്റു 10⁻⁻34 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ അവർ തന്നിട്ടുണ്ട് 1.675 ഇൻറ്റു 10⁻⁻27 ഇൻറ്റു d എത്രയാ? ഇന്റർ അറ്റോമിക് സ്പേസിംഗ്, ദാറ്റ് ഈസ് 0.3 ഇൻറ്റു 10⁻⁻9 ആണ് നാനോമീറ്റർ സ്ക്വയർ. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും 1.45 ഇൻറ്റു 10⁻⁻21 ജൂൾ. ദിസ് ഇസ് ദി ആൻസർ. ഇതാണ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് തരുന്ന മാർക്ക് അനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടി സ്റ്റെപ്സ് ഇലോബറേറ്റ് ചെയ്തിട്ട് എഴുതാം. നിങ്ങൾക്ക് ഇപ്പം ലാംഡ ഇസ് ഈക്വൽ ടു p ഇസ് ഈക്വൽ ടു p²/2m ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി, p ഇസ് ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അസൈൻമെന്റിൽ മാറ്റി എഴുതണം. ഈ മാർക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കാരണം അധിക സമയമില്ല. ഓൾറെഡി ഇഗ്നോ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ വേറെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരിക്കും. ജോലി ചെയ്യുന്നവരായിരിക്കാം,
അപ്പൊ അവർക്ക് സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളും ഷോർട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസും ആയിരിക്കും തരുന്നത്. അപ്പോൾ ബാക്കി നിങ്ങളുടെ കഴിവാണ് അതിനെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ദി പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി ഫോർ ദി വേവ് ഫംഗ്ഷൻ psi of x is equal to f of x into e raised to I g of x. സോ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കാം. psi of x എന്ന് പറയുന്നത് f of x into a function f of x into e raised to I into g of x. അപ്പൊ ഇവരെ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി ആണ്. പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റിനെ J എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സിലെ J പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോ, മൈനസ് ഐ എച്ച് കട്ട് ബൈ 2m ഇൻറ്റു സൈ സ്റ്റാർ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ്. അപ്പൊ സൈ എക്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഡി സൈ ബൈ ഡി എക്സ് എന്ന് എഴുതിയാൽ മതി. ഇൻ ജനറൽ സൈ പൊസിഷനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ചത്, കുഴപ്പമില്ല. ഓക്കെ, ഇൻറ്റു സൈ ഡോ സൈ സ്റ്റാർ ബൈ ഡോ എക്സ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അപ്പൊ ഞാൻ സൈ നമ്മൾ എടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇനി എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് എഴുതുന്നില്ല. സൈ ഇസ് ഈക്വൽ ടു എഫ് ഇ റേസ് ടു ഐ ജി എന്ന് എഴുതാം. നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതണം. ഓക്കെ, ഇനി സൈ സ്റ്റാർ എന്തായിരിക്കും? സൈ സ്റ്റാർ എന്ന് വെച്ചാൽ ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക എന്ന് വെച്ചാൽ ഐ മൊത്തം മൈനസ് ഐ ആയിട്ട് മാറും. സൈ സ്റ്റാർ എന്ന് പറയുന്നത് എഫ് ഇ റേസ് ടു മൈനസ് ഐ ജി. ഇനി ഡോ സൈ ബൈ ഡോ എക്സ്, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇ റേസ് ടു ഐ ജിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ വരിക? ഇ റേസ് ടു ഐ ജി ഇൻറ്റു ഐ ജി ഡാഷ്. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ഐ ജി എന്താ? ഇ റേസ് ടു ഐ ജി തന്നെ, ഇൻറ്റു ഐ ജിന്റെ ഡെറിവേറ്റീവ് എന്താ? ഐ ഇൻറ്റു ജി ഡാഷ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു ഐ ജി ഇൻറ്റു എഫ് ഡാഷ്. സെക്കൻഡ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. സിമിലർലി ഡോ സൈ ബൈ ഡോ സൈ സ്റ്റാർ ബൈ ഡോ എക്സ്, ഫസ്റ്റ് ഇൻറ്റു e raised to minus ig into minus ig dash plus second into derivative of first. കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? സൈ സ്റ്റാർ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് സൈ ഇൻറ്റു ഡോ സൈ സ്റ്റാർ ബൈ ഡോ എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യാം? സൈ സ്റ്റാർ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് സൈ ഇൻറ്റു ഡോ സൈ ബൈ ഡോ സൈ സ്റ്റാർ ബൈ ഡോ എക്സ്. അപ്പൊ സൈ സ്റ്റാർ എന്താ? എഫ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ജി ഇൻറ്റു ബ്രാക്കറ്റില് ഡോ സൈ ബൈ ഡോ എക്സ് എന്താ വരുന്നത്? ഐ ജി ഡാഷ് എഫ് ഇൻറ്റു ഐ ജി ഡാഷ് എഫ് ഇൻറ്റു ഇ റേസ് ടു ഐ ജി പ്ലസ് എഫ് ഡാഷ് ഇൻറ്റു ഇ റേസ് ടു ഐ ജി മൈനസ് സൈ എന്താണ്? എഫ് ഇ റേസ് ടു ഐ ജി, എഫ് ഇ റേസ് ടു ഐ ജി ഇൻറ്റു ഡോ സൈ സ്റ്റാർ ബൈ ഡോ എക്സ്. ഡോ സൈ സ്റ്റാർ ബൈ ഡോ എക്സ് എന്താ? മൈനസ് ഐ ജി ഡാഷ് ഇൻറ്റു എഫ് ഇ റേസ് ടു മൈനസ് ഐ ജി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ജി ഇൻറ്റു എഫ് ഡാഷ്. ഓക്കെ, നമുക്കിത് നോക്കാം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, കംപ്ലീറ്റ് സോൾവ് ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, കംപ്ലീറ്റ് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ എഫ് സ്ക്വയർ ഐ ഇൻറ്റു എഫ് സ്ക്വയർ ജി ഡാഷ് വരും. ഇ റേസ് ടു മൈനസ് ഐ ജിയും ഇ റേസ് ടു ഐ ജിയും ക്യാൻസൽ ആയി പോകും, 1 ആവും.
f square into I f square into g dash plus f f dash minus I വരുന്നതുകൊണ്ട് plus I f square g dash മൈനസ് എഫ് എഫ് ഡാഷ്. ഇത് രണ്ടും ക്യാൻസൽ ആയി. സോ എനിക്ക് കിട്ടി 2i f സ്ക്വയർ ജി ഡാഷ്. ഇനി ഞാൻ പ്രോബബിലിറ്റി കറന്റ് ഡെൻസിറ്റി കാണുന്നു. കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ബൈ 2m ഇൻറ്റു 2i ഇൻറ്റു എഫ് ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇനി ഞാൻ എഫ് ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അപ്പം 2ഉം കട്ടായി. ഐ ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്താ -1 ഇൻറ്റു ഇവിടെ ഒരു മൈനസ് ഉണ്ട്. -1 ഇൻറ്റു -1 പ്ലസ് 1. സോ എച്ച് കട്ട് ബൈ എം ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതാണ് ആൻസർ വരിക. ഓക്കെ, എച്ച് കട്ട് ബൈ എം ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ഡാഷ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ആലോചിക്കണം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് സ്റ്റാർ ഓഫ് എക്സ് ആണ്. ഇൻ ജനറൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കംപ്ലീറ്റ്ലി കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ് ഡീൽ ചെയ്യുന്നത്, ആ ഒരു കേസ് കൊണ്ട് മാത്രം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. The wave function of a particle of mass m confined to move in one dimension is psi of x is equal to nx e raised to minus ax, where x is 0 less than or equal to up to infinity. Okay, calculate the normalization constant n and the expectation value of 1 by x. Okay, expectation value of 1 by x ആണ്. ഞാനൊന്ന് ജസ്റ്റ് തിരുത്തുന്നു, അത് 1 by x. ഓക്കെ, 1 by x, expectation value of 1 by x. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, സൊല്യൂഷൻ. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കാണാൻ നമുക്കറിയാം ഇന്റഗ്രൽ psi സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു psi ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. കാരണം എന്താ? psi സ്റ്റാർ psi ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. സോ ഇന്റഗ്രൽ ഫ്രം എക്സ് എവിടെ മുതൽ എവിടെ വേരി ചെയ്യുന്നത്? 0 to infinity. ഇന്റഗ്രൽ ഫ്രം 0 to infinity psi സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു psi ഓഫ് എക്സ് ഡി എക്സ് ഷുഡ് ബി 1. അത് 1 ആയിരിക്കണം. ഓക്കെ, കാരണം എന്താ? പാർട്ടിക്കിൾ സ്പേസിൽ എവിടെയും കാണാനുള്ള പ്രോബബിലിറ്റി 1 ആണ്. ഈ 0 to ഇൻഫിനിറ്റിയുടെ ഉള്ളിൽ എവിടെയോ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത ഉണ്ട്, അത് 1 ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്. സോ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇവിടെ നമുക്കിവിടെ കോംപ്ലക്സ് ടേംസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ psi സ്റ്റാറും psiയും സെയിം തന്നെയാണ്, കോംപ്ലക്സ് ഒന്നും ഇല്ലല്ലോ. സോ n ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ് psi സ്റ്റാർ, വീണ്ടും psi n ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. n into n കോമൺ ആണ്. n സ്ക്വയർ ഇന്റഗ്രൽ 0 to infinity x into x x സ്ക്വയർ e raised to minus ax into e raised to minus ax എന്താ? e raised to minus 2ax dx is equal to 1. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു റിസൾട്ട് ആണ് ഈ ഇന്റഗ്രേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. there is a standard result that is from 0 to infinity x raised to n e raised to minus ax dx. ഇതിനെയാണ് ജനറലൈസ്ഡ് ഗാമ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് ഗാമ ഫംഗ്ഷൻ integral x raised to n e raised to minus ax dx is equal to n factorial divided by a raised to n plus 1. ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചേ മതിയാകും. ഈ ഒരു കാര്യം ഇതുപോലെ തന്നെ ഒരു 3-4 ഇന്റഗ്രേഷൻ ഉണ്ട്. ഈ ഇന്റഗ്രേഷൻ നമ്മുടെ കയ്യിൽ ഇല്ലാണ്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഒന്നും മുന്നോട്ട് പോകില്ല. സോ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുന്നു വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് n സ്ക്വയർ ഇൻറ്റു
ഇന്റഗ്രൽ ഫ്രം 0 to ഇൻഫിനിറ്റി നമ്മളവിടെ എന്താ പറഞ്ഞത് എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2ax dx ഇസ് ഈക്വൽ ടു 1 എന്നല്ലേ. സോ ഇതിനെ n സ്ക്വയർ ഇൻറ്റു n ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ഇവിടെ 2a ആണ്. ആ എ എന്ന് പറയുന്നത് 2a ആണ്. രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. 2a raised to n plus 1. n plus 1 എന്ന് വെച്ചാൽ 2 plus 1 that is 3. That is equal to 1. Or n square into 2 divided by 2 cube എന്താ 8. 8a cube is equal to 1. Or n square is equal to 8a cube divided by 2 that is equal to 4a cube. n is equal to 2a raised to 3 by 2. This is the answer, normalization constant. Okay, ഇനി നമ്മൾ അടുത്തത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് 1 by x. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് 1 by x എന്ന് പറയുന്നത് നോക്കാം. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് 1 by x എന്ന് പറയുന്നത് that is from integral ലിമിറ്റ് വരുന്നത് 0 to infinity psi star into 1 by x into psi dx. Psi star of x ഉണ്ട് into 1 by x into psi of x into dx. Okay, that is equal to integral from 0 to infinity psi star of x എന്താ x square e raised to minus ax, x square e raised to minus ax into 1 by x into x into e raised to minus ax അല്ലേ. Okay, x into e raised to minus ax, x into e raised to minus ax into 1 by x into x into e raised to minus ax dx. കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എക്സും കട്ടായി. ദാറ്റ് ഈസ് ഫ്രം ഇന്റഗ്രൽ ഫ്രം 0 to infinity x e raised to minus 2ax dx കൊടുക്കാം. സോ ഇതിന്റെ റിസൾട്ട് എന്താ പറയാ, n ഫാക്ടോറിയൽ x raised to integral 0 to infinity x raised to 1 e raised to minus 2x dx. So n factorial divided by a raised to a എന്ന് പറയുന്നത് 2a raised to n plus 1. നമ്മളിവിടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇല്ലായിരുന്നു. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് മുന്നിൽ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അവിടെ n സ്ക്വയർ ഉണ്ട്. n സ്ക്വയർ ഇൻറ്റു വരും. n സ്ക്വയർ ഇൻറ്റു ഇന്നത് വരും. ഓക്കെ, n സ്ക്വയർ എന്താ, n സ്ക്വയർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 4a ക്യൂബ്. That is 4a cube divided by 2a the whole square. That is equal to 4a cube divided by 2a the whole square എന്താ വരിക 4a square. That is equal to 4 കട്ടായി a square. That is equal to a. ആൻസർ വരിക a. ഓക്കെ, അപ്പൊ ഇതാണ് 1 by x ന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ. സൈ സ്റ്റാറിന്റെ കൂടെ n ഉണ്ട്, അതാണ് ഞാൻ അവസാനം മുന്നോട്ട് എടുത്തിട്ടത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. ഷോ ദാറ്റ് എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ ഓപ്പറേറ്റർ ആണ് ഇസ് ഈക്വൽ ടു 2i കട്ട് എക്സ് പി എക്സ് പ്ലസ് പി എക്സ് എക്സ്. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ സ്ഥലത്തും കാണാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പി എക്സ് സ്ക്വയർ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇതിനെ ഞാൻ ഏതിനെങ്കിലും ഒന്നിനെ എനിക്ക് പുറത്തെടുക്കാൻ, ഞാൻ ഒരു എന്താ പറയാ എളുപ്പത്തിന് വേണ്ടിയിട്ട് പി എക്സിനെ പുറത്തെടുക്കാൻ പോവാം. ഒരു പി എക്സിനെ പുറത്തെടുക്കും. ഇതിനെ രണ്ടെണ്ണമായിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതാണ് ഇതിന്റെ ഗുണം. നമ്മൾ ഈ ഓപ്പറേറ്റർ ആൾജിബ്ര പഠിപ്പിക്കുന്ന സമയത്ത് ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് ക്യാപ് സ്ക്വയർ ഞാൻ ഒരു പി എക്സിനെ പുറത്തെടുത്തു. ഇതിൽ 2 പി എക്സ് ഉണ്ട്. അപ്പൊ ഒരു പി എക്സിനെ പുറത്തെടുത്തത് ലെഫ്റ്റ് സൈഡിലെ പി എക്സിനെയാണ് പുറത്തെടുത്തതെങ്കിൽ അടുത്ത പി എക്സിനെ റൈറ്റ് സൈഡിൽ എഴുതണം. ഇനി ഞാൻ റൈറ്റ് സൈഡിലെ പി എക്സിനെ ഉള്ളിൽ വെക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ പി എക്സിനെ പുറത്തെടുക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ പി എക്സിനെ പുറത്തെടുത്ത കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ അതിനെ വെക്കണം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ആദ്യത്തെ കേസിൽ എടുത്തത് റൈറ്റ് സൈഡിലെ പി എക്സിനെ പുറത്തെടുത്തു. അപ്പൊ അതിനെ റൈറ്റ് സൈഡിൽ വെക്കണം. ഇനി ലെഫ്റ്റ് സൈഡിലെ പി എക്സിനെ പുറത്തെടുത്താൽ ലെഫ്റ്റ് സൈഡിൽ ഇതിനെ വെക്കണം. ഇങ്ങനെ മാറ്റി എഴുതണം. ഇങ്ങനെ 2 റൂൾ ഉണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. എ ഇൻറ്റു കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് എ ബി സി ഈസ് ഈക്വൽ ടു
എ കോമ ബി ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു എ കോമ സി എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ റൂള്. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ പി എക്സ് ഇൻറ്റു പി എക്സ്. പി എക്സ് എക്സ് സ്ക്വയർ നമുക്ക് സോൾവ് ചെയ്യാൻ സുഖമാണ്. കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിന്റെ ആൾജിബ്ര അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പി എക്സിന്റെ ഈ പി എക്സിന്റെ കാനോണിക്കൽ കോൺജുഗേറ്റ് എന്താ? കാനോണിക്കൽ കോൺജുഗേറ്റ് വേരിയബിൾ എന്ന് പറയാം എക്സും പി എക്സും എപ്പോഴും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. അതുപോലെ തീറ്റയും ആംഗുലാർ മൊമെന്റും കാനോണിക്കൽ കോൺജുഗേറ്റ് പെയേഴ്സ് ആണ്. അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. അതുപോലെ തന്നെ എനർജിയും ടൈമും കാനോണിക്കൽ കോൺജുഗേറ്റ് പെയേഴ്സ് ആണ്. അപ്പൊ എക്സും പി എക്സും കാനോണിക്കൽ കോൺജുഗേറ്റ് പെയേഴ്സ് ആണ്. അപ്പൊ പി എക്സിന്റെ കാനോണിക്കൽ കോൺജുഗേറ്റ് പെയർ എടുക്കുക എക്സ് കൊണ്ട് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ? 2x ക്യാപ്പ് എന്ന് കിട്ടും. ഇതിനെ ഇൻറ്റു പി എക്സ് പ്ലസ് പി എക്സ് ക്യാപ്പ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെയും 2x കിട്ടും. ഓർഡർ മാറരുത്. ഓക്കെ, 2x ഇൻറ്റു ഐ എച്ച് കട്ട് ഉണ്ട്. ഇത് ക്വാണ്ടം മെക്കാനിക്സ് ആയതുകൊണ്ട് ഐ എച്ച് കട്ട് ഉണ്ട്. ഓക്കെ, ഐ എച്ച് കട്ട് ഇൻറ്റു, കാരണം ദാറ്റ് ഈസ് എക്സ് കോമ പി എക്സ് എന്ന് പറയുന്നത് ഐ എച്ച് കട്ടാണ്, നമുക്ക് അറിയാവുന്നതാണ്. അതുമാതിരി എക്സ് സ്ക്വയർ കോമ പി എക്സ് എന്ന് പറയുന്നത് ഐ എച്ച് കട്ട് ഇൻറ്റു 2x ആണ്. സോ ഐ എച്ച് കട്ട് ഓർ 2IH കട്ടിനെ ഞാൻ പുറത്തെടുക്കുന്നു. എക്സ് പി എക്സ് പ്ലസ് പി എക്സ് എക്സ്. ഇത് ഞാൻ ഷോർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇതുപോലെ തന്നെ ഞാനിപ്പോ ഈ ചെയ്ത രീതിക്ക് തന്നെ എനിക്ക് മാറ്റിയിട്ട് എഴുതാം. അപ്പം ഉദാഹരണമായിട്ട് എ ബി കോമ സി ഡി എന്നുള്ള ഫോർമാറ്റ് ആണെങ്കിൽ ഇതിനെ എനിക്ക് മാറ്റിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ബട്ട് ഞാൻ ഷോർട്ട് കട്ടിലൂടെയാണ് ഇങ്ങോട്ട് എത്തിയത്. ഓക്കെ, പി എക്സും എക്സ് സ്ക്വയറും വന്നു കഴിഞ്ഞാൽ പി എക്സിന്റെ കാനോണിക്കൽ കോൺജുഗേറ്റ് പെയർ ദാറ്റ് ഈസ് എക്സ് കൊണ്ട് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 2x കിട്ടും. പക്ഷെ ഓർഡർ മാറരുത്. ഈ പി എക്സ് ഞാൻ ലേസർ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കാം. ഈ പി എക്സ് എപ്പോഴും റൈറ്റ് സൈഡിലും ഈ പി എക്സ് ലെഫ്റ്റ് സൈഡിലും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓർഡർ മാറ്റാൻ നമുക്ക് നിർവാഹമില്ല. ബിക്കോസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ റെസ്ട്രിക്ട്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യനിലെ 4 പാർട്ടും ഡിസ്കസ് ചെയ്തു, ABCD. അപ്പൊ ഞാനിവിടെ 4 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഈ 4 ക്വസ്റ്റ്യൻസ് ഞങ്ങളുടേതായിട്ടുള്ള വേർഷനിലാണ് ഞങ്ങൾ സോൾവ് ചെയ്തത്. നിങ്ങൾ ടെക്സ്റ്റ് കൂടി വായിച്ചിട്ട് മാർക്കും പരിഗണിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനോ അതോ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനോ. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞങ്ങൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതും ലൈവ് ബാച്ചിനെ കുറിച്ച് ആലോചിക്കുന്നതും. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ്, നിങ്ങൾ വീക്ക് ഏരിയാസ്, കൂടുതൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത്, അതനുസരിച്ച് ഞങ്ങൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കാം. എല്ലാം ബേസ്ഡ് ഓൺ യുവർ റെസ്പോൺസസ്. ഓക്കെ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.